അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് തണ്ണിമത്തൻ ചിക്കനാണ്. തണ്ണിമത്തനും ചിക്കനും കൂടി ഒരു സംഭവം, നല്ല അടിപൊളി സാധനമാണ്. നമുക്ക് എന്തായാലും അതുണ്ടാക്കാം. നമുക്ക് ആദ്യം തണ്ണിമത്തനകത്തുള്ള ഈ ഇതൊക്കെ എടുക്കണം, ഈ മധുരമുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് എടുക്കണം. ഇത് ചെറിയ ചെറിയ പീസായി കിട്ടിയാൽ നമുക്കിതിലിട്ട് ഇറച്ചി വേവിക്കാം. ചിക്കൻ ഒന്ന് നല്ലപോലെ കഴുകിയെടുക്കണം. ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വേണം നല്ലപോലെ കഴുകിയെടുക്കാൻ. കുറേ വേസ്റ്റ് ഉണ്ടാവും. നമുക്കിതിൽ മസാലയൊക്കെ ഒന്ന് പുരട്ടിയെടുക്കാം. നമുക്കിതിൽ മസാല മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി നമ്മൾ പൊടിച്ചത്, കുറച്ച് മല്ലിപ്പൊടി മതി, പാകത്തിന് ഉപ്പ്, അല്പം വലിയ ഉള്ളി. ഈ മസാലകളൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ തണ്ണിമത്തനകത്ത് ചേർക്കുന്നത്. തക്കാളി, പച്ചമുളക്, കറിവേപ്പില നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് നമുക്കൊരു അരമണിക്കൂർ വെക്കണം. മസാല നല്ലപോലെ പൊട്ടിക്കണം. ഇതിൽ ഒരു അരമണിക്കൂർ റെസ്റ്റിൽ വെച്ചാൽ മതി. ചട്ടി വെച്ച് കൊടുക്കാം. തണ്ണിമത്തൻ ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. അടച്ചേക്കാം, വേകട്ടെ. തുറന്നു നോക്കാം. തിളക്കുന്നുണ്ട്. നമുക്കിതിൽ ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ മസാല മിക്സ് ചെയ്ത് വെച്ചാണത്. മിക്സ് ചെയ്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഒഴിക്കാം. അടച്ചു വയ്ക്കാം. തിളക്കട്ടെ. പകുതി വന്നാൽ മതി നമുക്ക്. കളറ് നമ്മുടെ ചിക്കൻ പകുതി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി നമ്മുടെ തണ്ണിമത്തനിലിട്ട് വേവിക്കാം. നമുക്കിനി തണ്ണിമത്തൻ്റെ തോട് 3 തണ്ണിമത്തനാണ് നമ്മൾ എടുത്തത്. നമുക്ക് സെറ്റ് ചെയ്യാം.
ഇതിനകത്തിട്ട് നമ്മൾ ഒന്നുകൂടെ ചിക്കൻ വേവിച്ചെടുക്കുന്നത്. നമുക്ക് ഈ പകുതി വന്ന ചിക്കൻ ഒന്നുകൂടെ വേവിക്കാം ഇതിനകത്തിട്ട്. ഇനി 1-2 സാധനം കൂടി ഇതിനകത്ത് ചേർക്കാനുണ്ട്. അടച്ചു വയ്ക്കാതെ നമുക്ക് 1-2 സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട്. കുറച്ച് മല്ലിയില, അതിന് കുറച്ച് പച്ച വെളിച്ചെണ്ണ, അടച്ചു വയ്ക്കാം. സംഗതി നമ്മുടെ തണ്ണിമത്തൻ്റെ അടിയിൽ കൂടെ പൊട്ടി വെള്ളം വരാൻ തുടങ്ങി ചൂടായിട്ടേ. അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഒരുപാട് ചൂടായാൽ അത് അടിയിൽ കൂടെ പൊട്ടി വരും. പതുക്കെ തീ കൊടുക്കാൻ പാടുള്ളൂ. അടി താങ്ങി കൊടുത്തില്ലെങ്കിൽ പൊട്ടി വരാനുള്ള സാധ്യതയുണ്ട്. ഓർഡർ കൂട്ട എന്താ സംഭവം, നല്ല മണം. ഞങ്ങൾ കുറച്ച് പൊറോട്ടയൊക്കെ വാങ്ങിട്ട് വന്നിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി. അപ്പോൾ ടേസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. സംഭവം ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് അല്ലേ പറയട്ടാ? എരിവും മധുരവും അല്ലേ, ആ വെളിച്ചെണ്ണ മണവും എല്ലാം കൂടെ ഒരു മത്തിക്കലില്ല. കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. അതെ അതെ, നന്നായിട്ട് സംഭവം. ഒരു വെറൈറ്റി ഫീൽ. സൂപ്പറായിട്ടുണ്ട്. തണ്ണിമത്തൻ ചിക്കൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാണ് സംഭവം. സംഭവം നല്ല അടിപൊളിയാണ്. പക്ഷെ എന്താ പറയുക, ഈ തണ്ണിമത്തൻ കുറേ ചൂട് തട്ടുമ്പോൾ പൊട്ടി വരാനുള്ള സാധ്യത. അപ്പോൾ പതുക്കെ തീ കൊടുക്കാൻ പാടുള്ളൂ. ഞാൻ അഭിപ്രായം പറഞ്ഞ സൂപ്പറായിട്ടുണ്ട്. ആ ശരിക്കും ഇതിൽ കുരുവൊന്നും മാറ്റി. കുറച്ചൊക്കെ ഞങ്ങൾ കുരു മാറ്റി. കുരു പെറുക്കി തീരുന്നില്ല. സൂപ്പറായി, അടിപൊളി.
ഇങ്ങനെ എടുത്ത് കളിക്കാം. അടിപൊളിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല രസം. സുഖമായിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കാം. ഒരു എന്താ പറയുക, ഒരു മടുപ്പില്ല അല്ലേ? അടുപ്പില്ല. അങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. എങ്ങനെയാണ് കുട്ടികളെ? അതുപോലെ എങ്ങനെയാ? സൂപ്പർ സൂപ്പറായിട്ടാ. സംഭവം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കുരു വരെ തിന്നാൻ ടേസ്റ്റ് നല്ല ഉണ്ട്. ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് സംഗതി. കുരുവെന്നുള്ളത് അറിയണ്ടേ. കുറച്ച് കുരുവൊക്കെ ഞങ്ങൾ ആറിനൊക്കെ മാറ്റി, പക്ഷെ കുറച്ച് കുരുവായി തന്നെ കിടന്നു. സംഭവം നല്ല അടിപൊളി സംഭവമാണ്. ഇത് പരീക്ഷ നോക്കണവർ ലാസ്റ്റ് തണ്ണിമത്തിനകത്തിട്ടിട്ട് അതിൻ്റെ പരീക്ഷ നടത്തുമ്പോൾ വളരെ പതുക്കെ തീ കൊടുക്കുക, അല്ലെങ്കിൽ തണ്ണിമത്തിന് മൂട് പൊട്ടി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്നാലും ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്ന കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ തുടർന്ന് ഇതുപോലെയുള്ള വ്യത്യസ്തമായ റെസിപ്പികൾ നിങ്ങൾക്ക് കാണാനായിട്ട് നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചത്. അപ്പോൾ ഇതിലും നല്ല വ്യത്യസ്തമായ അടിപൊളി വീഡിയോ വീണ്ടും കാണാം. ബൈ. ബൈ.